ഹലോ! അങ്ങനെ വീട്ടിലെത്തി. ഇനി എന്താണ്? കല്യാണത്തിൻ്റെ തിരക്കാണ്. ആദ്യം ഡ്രസ്സിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എൻ്റെ മാത്രം സാരിയല്ല, അച്ഛൻ, അമ്മ, അമ്മു, അമ്മൂമ്മ അങ്ങനെ എല്ലാവർക്കുമുള്ള ഡ്രസ്സ് എടുക്കണം. ആദ്യം എന്ത് ചെയ്തു? കല്യാണ സാരിയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എനിക്ക് 2 ലുക്ക് ഞാൻ പ്ലാൻ ഉണ്ട്. അതിൽ ഫസ്റ്റ് ടെമ്പിളിൻ്റെ ഒരു ലുക്ക്, ദെൻ അടുത്ത സാരിയാണ് ഞാൻ ഓഡിറ്റോറിയത്തിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ സാരി നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഉണ്ടായിരുന്നു. നോർമലി കാണുന്ന ബ്ലൂ, റെഡ് അങ്ങനത്തെ ഹെവി സാരി ഒന്നും എനിക്ക് വേണ്ടാന്നുണ്ടായി. പക്ഷേ അവിടെ നോക്കി വന്നപ്പോൾ അച്ഛനും അമ്മയ്ക്കൊക്കെ ഇഷ്ടപ്പെട്ട 2-3 സാരി ട്രൈ ചെയ്ത് നോക്കി. പക്ഷെ ഞാൻ ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിരുന്നില്ല. എനിക്ക് വേണ്ടത് ഹെവി ബോർഡർ കോൺട്രാസ്റ്റ് കളറായിരുന്നു. ഒരുപാട് നോക്കി കിട്ടിയില്ല. അപ്പോൾ എന്തു ചെയ്തു? ഓക്കെ, ഇത് ഡ്രോപ്പ് ചെയ്യാം. അടുത്ത അച്ഛൻ്റെ അമ്മയിലെയും ഡ്രസ്സൊക്കെ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നേരെ പോയത് അച്ഛന് വേണ്ടിയിട്ട് ഹൽദിക്കിടാനായിരുന്നു ഒരു ഡ്രസ്സ് നോക്കി. ദെൻ ഇതിൽ ഞാൻ വർക്ക് ചെയ്യണം. പിന്നെ എന്താ, ചെരുപ്പ് നോക്കി. ദെൻ അമ്മൂൻ്റെ ഒരു ഗൗൺ നോക്കി. അതും അവൾക്ക് അവിടെ നിന്ന് കിട്ടിയില്ല. ശരിക്കും പറഞ്ഞാൽ ഞങ്ങളൊരു 10 മണിയായപ്പോൾ എത്തിയതാണ്. ഫ്ലോറ് കയറി ഇറങ്ങി നല്ല കാലുവേദന ഉണ്ടായിരുന്നു. താഴോട്ട് ഇറങ്ങിയപ്പോൾ എനിക്ക് ഈ ഡിസ്പ്ലേയിൽ കാണുന്ന ആ ഒരു ഡ്രസ്സ് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായി. പക്ഷേ ഫാബ്രിക് എടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്തത് എടുക്കണമെന്നുള്ളത് കൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. ദെൻ നേരെ എന്താ അവിടുന്ന് സാധനങ്ങൾ ബില്ല് ചെയ്തു. നേരെ ഫുഡിന് പോയി. കാരണം എൻ്റെ വെഡ്ഡിങ് സാരി ഇനിയും കിട്ടിയിട്ടില്ല. വെഡ്ഡിങ് സാരി എടുക്കണമല്ലോ. ദെൻ ജയലക്ഷ്മി പോയി. സെയിം തന്നെയാണ്. അവിടെ ഒരുപാട് സാരീസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് വേണ്ട സാരി അവിടെ ഉണ്ടായില്ല. കയറി നോക്കി, അതുപോലെ തന്നെ ഇറങ്ങി. നേരെ പിന്നെ പോകാമെന്ന് വിചാരിച്ചത് പോത്തീസിലേക്കാണ്. പോത്തീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നടന്നാണ് പോയത്. കാരണം കുറച്ച് ദൂരമേ ഉള്ളൂ. നിങ്ങൾക്ക് ട്രിവാൻഡ്രത്തുള്ളവർക്കറിയാം, കുറച്ച് ദൂരമേ ഉള്ളൂ. സോ അങ്ങോട്ടേക്ക് നടന്നു. അവിടെ നിന്ന് സാരി നോക്കി. എനിക്ക് അവിടുന്ന് സാരി കിട്ടി ഗൈസ്. ഞാനതിൽ ആഡ് ചെയ്തിട്ടില്ല. ഇത് അമ്മൂനുള്ള ഡ്രസ്സാണ്. കാരണം അമ്മു ഇവിടെ ഇല്ല, അവൾ ഡൽഹിയിലായതുകൊണ്ട് അവളുടെ ഡ്രസ്സും ഞാൻ തന്നെ എടുക്കണം. സോ അമ്മൂനുള്ള ഡ്രസ്സും ഞാൻ സെലക്ട് ചെയ്തു. ദെൻ എന്താ, റിലേറ്റീവ്സിനുള്ള സാരീസും ദെൻ ഷർട്ട്സും അങ്ങനെ കുറേ സാധനങ്ങൾ അവിടെ പോത്തീസിൽ നിന്നാണ് എടുത്തത്. എന്താ, സെയിം തിങ്. സ്റ്റെപ്പ് കയറുക അല്ല, 10 മണിക്ക് വന്ന് ഞങ്ങൾ 5:30 ആയിട്ടും ഫുൾ പർച്ചേസ് കഴിയാതെ അവിടെ ശരിക്കും പറഞ്ഞാൽ ടയേർഡായിട്ടിരിക്കണം എന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത്ര പാടായിരുന്നു വെഡ്ഡിങ് പർച്ചേസ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ഗൈസ്, സീരിയസ്ലി. ദെൻ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി എന്താ നൈറ്റായി. വീട്ടിലോട്ട് എത്തിയ സമയത്ത് മഴയുണ്ട്.